നിരവധി ദിവസങ്ങളായി ഓരോ ദിവസവും നടത്തുന്ന അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്കൂളുകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അതിൻ്റെ സംഘാടകരോട്, അധ്യാപക സുഹൃത്തുക്കളോട്, ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളോട് വിളിച്ചന്വേഷിച്ച് ഈ പരിപാടി ഏറ്റവും മെച്ചമാക്കാൻ വേണ്ടി ആവശ്യമായ ഉപദേശങ്ങളെല്ലാം നൽകി ഇതിൻ്റെ മുഖ്യ സംഘാടകനും കേന്ദ്രബിന്ദുവുമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA-യും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലിനെ ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ പറഞ്ഞു, അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാം, എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ പ്രതീക്ഷാഭരിതമായ ഭാവിയിലേക്ക് ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയാൻ അനുഭവമുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു, ഞങ്ങളാരെങ്കിലും വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ വിമർശനമാണ്, നിങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ നല്ല കാര്യം. അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ നമ്മളെല്ലാം ആസ്വദിക്കും എന്നുള്ളതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഈ പരിപാടി ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പരിപാടിയിൽ മജീഷ്യൻ മുതുകാടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് വളരെ ഇംപ്രസീവായിരുന്നു. അന്ന് അക്കാഡമിക് രംഗത്തെ അനുഭവമുള്ള ഇവിടെ പഴയ മുൻ വൈസ് ചാൻസലറായിട്ടുള്ള അയ്യൂബ് സാറും നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO അനൂപ് അംബികയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു സെഷനാണ് ഇത്. വെറൊരു നിങ്ങൾക്കൊരു ഉപഹാരം മെമൻറ്റോ നൽകുക എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം നൽകുന്നതിന് പല കാര്യങ്ങളും വേണം. അപ്പോൾ ഇത് നേരത്തെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഇപ്പോൾ റുവാണ്ടയിലായിരുന്നു, ഇടയ്ക്ക് വിളിച്ചപ്പോൾ റുവാണ്ടയിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും യാത്രയ്ക്ക് പോയിട്ട് വന്നാണ്. റുവാണ്ട എന്താ പറയുക, ആഫ്രിക്ക രാജ്യമാണ്. റുവാണ്ടയിൽ നിന്ന് വന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അനുഭവങ്ങൾ അവിടുത്തെയാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ഏറ്റവും മുമ്പിൽ പന്തിരുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ 18-19 നൂറ്റാണ്ടുകൾ എടുക്കുകയാണെങ്കിൽ യൂറോപ്പ് അത് വളരെ പ്രാരംഭ്യത്തിലുണ്ടായിരുന്നു. ഇൻഫാക്ട് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് പൗരാണിക ചരിത്രം ഇത്ര വളരെ ഭംഗിയായിട്ട് യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ശേഷിപ്പുകളെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പലപ്പോഴും പറയാറുണ്ട്. അത് കഴിഞ്ഞ നൂറ്റാണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അമേരിക്കൻ ഇക്കോണമി എങ്ങനെ ലോകത്തിന്റെ മുമ്പിലെത്തി, ഇവയെല്ലാം ഓരോ സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഒരുപക്ഷെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മുടെ കാലത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്ന പേരുകൾ എന്ന് പറയുന്നത് ചൈന, ജപ്പാൻ പോലെയുള്ള ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആണ്. ഇനി അടുത്ത നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നൂറ്റാണ്ടാണ്. ഇനി മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയും കൊണ്ടുപോവുക. നമ്മൾ ഒന്നിച്ചങ്ങ് പോയാൽ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹം ആ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ കഴിഞ്ഞ യാത്ര നടത്തിയത് റുവാണ്ട എന്നൊരു രാജ്യത്തേക്കാണ്. സത്യത്തിൽ ഞാൻ ആ റുവാണ്ടയിലൂടെ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അത്ഭുതകരമായ ഒരു നാടിനെ മാതൃകയാക്കണമെന്ന് തോന്നിയാൽ, കുറേയൊക്കെ മാതൃകയാക്കണമെന്ന് തോന്നിയാൽ മാതൃകയാക്കാവുന്ന ഒരു നാട് റുവാണ്ടയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, റുവാണ്ടയിൽ 1994 വലിയൊരു പ്രശ്നമുണ്ടായി. അന്ന് ആ കാലത്ത് റുവാണ്ടയിലെ ജനസംഖ്യ 80 ലക്ഷം ആളുകളാണ്, അതായത് 1 കോടിക്ക് താഴെ. 94 അവിടുത്തെ 2 ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അത് കുറേ കാലമായിട്ടുണ്ടായിരുന്ന വംശീയമായ ഒരു വിദ്വേഷം പടർന്നു പന്തലിച്ച് ഒരു ദിവസം അത് പൊട്ടിപ്പുറപ്പെട്ട് കൂട്ടക്കൊലയിലേക്ക് ആരംഭിച്ചു ആ പ്രവർത്തനം. അങ്ങനെ 3 മാസം കൊണ്ട് 12 മുതൽ 15 ലക്ഷം വരെ ആളുകളെ അവർ കൊന്നൊടുക്കി. അതായത് ജനസംഖ്യയുടെ ഏതാണ്ട് 15% പേര് ഈ 3 മാസം കൊണ്ട് ഇല്ലാതായി പോയതിൻ്റെ പേരിൽ ലോകത്ത് ശ്രദ്ധ നേടിയ ഒരു രാജ്യമാണ് റുവാണ്ട. 94 കഴിഞ്ഞു, 2000 പിന്നീട് അവിടെ പോൾ കഗാമെ എന്നൊരു ഭരണാധികാരി അധികാരത്തിലേക്ക് വന്നു. അവിടെ ഈ വംശീയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വ്യത്യസ്തമായ രീതിയിൽ ഈ നാടിനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു. അവിടെ കൂട്ടായ ശക്തമായ ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒന്ന് പരിശോധിച്ചാൽ റുവാണ്ട എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കതിൽ കാണാൻ കഴിയുക അവിടെ 10-30 വർഷം മുമ്പ് നടന്ന ആ കൂട്ടക്കൊലയുടെ കഥകളായിരിക്കില്ല,
ആ നാടുണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റങ്ങളുടെ കഥകളായിരിക്കും. കോവിഡ് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഐസൊലേഷൻ ഉണ്ടായി, ആളുകൾ പുറത്തിറങ്ങാതായി, ഉൾഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു, ഗതാഗതം ഇല്ലാതായി. ആ സമയത്ത് അവിടുത്തെ ഒരു കമ്പനി ഓരോ വീട്ടിലേക്കും ആവശ്യമുള്ള എമർജൻസി മെറ്റീരിയൽസ്, മരുന്നെങ്കിൽ മരുന്ന്, മറ്റ് സാധനങ്ങളാണെങ്കിൽ അത്, അത്യാവശ്യ ഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളാണെങ്കിൽ, ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രോൺ സർവീസ് ആരംഭിച്ചു രാജ്യം മുഴുവൻ. ഓരോ പട്ടണത്തിലെയും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഈ സാധനങ്ങൾ ഡ്രോൺ വഴി ഓരോ വീട്ടിലും എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം അതിപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്, ഉൾനാടുകളിലേക്ക് വരെ. അതായത് ആഫ്രിക്കയിലെ ഒരു ദരിദ്ര രാജ്യം ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. 2008 മുതൽ ആ രാജ്യത്ത് ആളുകൾ പൈസ കൈകാര്യം ചെയ്യുന്നത് മൊബൈലിലൂടെയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? 2008 മുതൽ ഇപ്പോഴും വിചിത്രമായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഞങ്ങൾ ചില ഗ്രാമങ്ങളിൽ പോയി അവിടെ കൃഷിയിടങ്ങളിൽ ചെന്നു. അവിടെ സഹകരണ സംഘങ്ങളാണ് കൃഷി നടത്തുന്നത്, കോപ്പറേറ്റീവ്സാണ്. ആ 850ഉം 900ഉം വരെ കർഷകരുള്ള ഫാമുകളാണ്. ഈ കർഷകർക്കെല്ലാം ചേർന്ന് സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായും ദാരിദ്ര്യത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് മടങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സുഹൃത്ത് എൻ്റെ അടുത്ത് പറയും, ഇവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം, അവർ പ്രതീക്ഷിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ കൊടുക്കുക? ഇവർ പാടത്ത് നിൽക്കുകയല്ലേ, പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഇവർക്കൊരു ചെറിയൊരു സംഭാവന നമുക്ക് കൊടുക്കാം. അദ്ദേഹം ഫോൺ എടുക്കുന്നു, അവരുടെ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ലീഡറുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു, ആ നമ്പറിലേക്ക് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്യുക. അതായത് അവിടെ സംഭാവന കൊടുക്കുന്നതും ഡിജിറ്റലാണ്. ഒരു ഹൈസ്കൂളിലേക്ക് കയറി എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് നിയമപ്രകാരം ഒരു ലാപ്ടോപ്പിന് അർഹതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണത്. അപ്പം നിങ്ങളിനി ഞാനിനി വിശേഷങ്ങളൊന്നും പറയണ്ട, ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പം ഞാനിത് പറഞ്ഞത്, ഓരോ യാത്രയും നമുക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടാക്കിത്തരുന്നത്. ശരിക്കും ഞാൻ പറയുക, നമുക്ക് കേരളത്തിലെ പല പരിഷ്കാരങ്ങൾക്കും നമുക്ക് ഇവിടുത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു രാജ്യത്ത് പോലും അവരെങ്ങനെ കാര്യങ്ങളെ ബുദ്ധിപരമായി, തന്ത്രപരമായി ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ രാജ്യമെന്ന് പേര് കേൾപ്പിക്കുന്ന രീതിയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളർന്നു കഴിഞ്ഞ് 20 വർഷം കൊണ്ടെന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളാകാനും അവരുടെ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ സങ്കടങ്ങളാകാനും കാണുവാൻ കഴിയുന്നിടത്താണ് ഒരു വിദ്യാർത്ഥി സത്യത്തിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുവാൻ കഴിയുന്ന ഒരു കണ്ണുള്ളത് കൊണ്ടാണ് ഇതുപോലെ മഹത്തായ ചില മൂമെൻറ്റ്സുകൾക്ക്, ചില സംരംഭങ്ങൾക്ക് തുടക്കമിടുവാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. അപ്പോൾ ഈ തെങ്കാശിയിലെത്തുമ്പോൾ അവിടെ ഈ ബോർഡർ പൊറോട്ട എന്ന് പറഞ്ഞ വേറൊരു കടയുണ്ട്, റഹ്മത്ത് എന്ന് പറയുന്നത്, ബോർഡറിൽ കേരള തമിഴ്നാട് എന്തോ ചെറുക്കക്കറിയില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ഈ ബിരിയാണി കഴിച്ച ആ ഒരു രുചി എൻ്റെ വായി കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെയും ബിരിയാണി മതിയെന്ന്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു, അല്ല ബിരിയാണി കഴിക്കരുത്. ഞാൻ ചതുരി അല്ല, നീ ഇന്നലെ കഴിച്ച ബിരിയാണിയാണ് ഏറ്റവും നല്ല ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഈ സ്വാദിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ വെറുതെ വേറൊരു ബിരിയാണി കഴിച്ച് അതിനെ ഡൗൺ പ്ലേ ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റേതിൻ്റെ രുചി പോകരുത് എന്ന് പറയുന്ന പോലെയാണ്. വളരെ വാഗ്മികളായ പ്രഗത്ഭരായ ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഈ വേണു ബിരിയാണി നിങ്ങൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം തെങ്കാശി വന്നിട്ടുള്ള സാധാ ബിരിയാണി കഴിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ വന്ന എല്ലാ ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ ഉണ്ടാവട്ടെ. കാരണം നിങ്ങളൊരു മനോഹരമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ സർവകലാശാലകൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കോഴ്സുകൾ വരുന്നു. 3 ഇയർ ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ഡിഗ്രി കോഴ്സുകളായി മാറുന്നു. ഞാനൊരു പിതാവ് എന്നുള്ള നിലയിൽ വിദേശത്ത് എൻ്റെ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ഒരു പ്രോജക്റ്റ് ചെയ്യണം. എന്താണ് പ്രോജക്റ്റ്? ഒരു കസേര ഉണ്ടാക്കണം, വുഡൻ ചെയർ ഉണ്ടാക്കണം. അവനും അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു രാജ്യക്കാരനും ചേർന്നാണ് ഈ ചെയർ ഉണ്ടാക്കുന്നത്. അപ്പം എന്നെയും കൊണ്ട് പോയി മെഷർമെൻറ്റും ഒക്കെ ആയിട്ട് അവിടെയുള്ള ഒരു കടയിൽ പോയി അതിൻ്റെ വുഡൊക്കെ വാങ്ങി ഞാൻ കൊടുത്തു. അവൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ അതിൻ്റെ ചേർന്നുള്ള സീറ്റും സാധനങ്ങളൊക്കെ വാങ്ങി.
ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂൾ ബസ്സിൽ എൻ്റെ മകൻ കൊണ്ടുവന്നത് ഒരു പ്രോട്ടോടൈപ്പാണ്, ചെയറിൻ്റെ പ്രോട്ടോടൈപ്പ് 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നു. ഡൂയിങ് ബൈ ലേണിംഗ്, അല്ലെ ലേണിംഗ് ത്രൂ ഡൂയിങ്. ഇത് വിദേശ രാജ്യങ്ങളിലെ പഠന പദ്ധതിയുടെ ഭാഗമായി അവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങളാരും എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ ആകണ്ട, വേസ്റ്റ് എടുക്കാനായിട്ട് ആൾ വേണം, കാർപ്പൻറ്ററെ വേണം, വർക്കേഴ്സിനെ വേണം, കൺസ്ട്രക്ഷൻ ലേബേഴ്സിനാണ് ഡോക്ടറേക്കാൾ കൂടുതൽ സാലറി. അപ്പോൾ സ്കൂളിൽ 20 പേരുണ്ടെങ്കിൽ 20 പേർക്കും ഡിഫറെൻറ്റ് ടാലൻസ്.